മിനായിൽ തീർത്ഥാടകരുടെ രാപ്പാർപ്പോടെ ഈ വർഷത്തെ ഹജ്ജിന് തുടക്കം. 160 രാജ്യങ്ങളിൽ നിന്നായി 18 ലക്ഷത്തോളം തീർത്ഥാടകർ അറഫ മൈതാനിയിൽ സംഗമിക്കും. ജമാലുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ജമാൽ, അതായത് മലയാളികളടക്കം ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ മിനായിൽ എത്തിയിട്ടുണ്ട്. ഹജ്ജ് ഇതോടെ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അറഫ സംഗമം. എപ്പോൾ ആരംഭിക്കും? എങ്ങനെയാണ് വിവരങ്ങൾ? ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അറഫ സംഗമം ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 18 ലക്ഷത്തോളം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുക്കുന്നത്. മുസ്ദലിഫയിലാണ് അറഫ സംഗമം നടക്കുന്നത്. മുസ്ദലിഫിലെ തമീറ പള്ളിയിൽ മക്ക ഇമാം സാലിഹ് ബിൻ ഹുമൈദാണ് അറഫ സംഗമത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹമാണ് അറഫ പ്രഭാഷണം നിർവഹിക്കുന്നത്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അറഫ പ്രഭാഷണം നടക്കുന്നത്. 18 ലക്ഷത്തോളം ഹാജിമാർ ഈ മുസ്ദലിഫയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ അറഫ സംഗമത്തിന് ശേഷം ഹാജിമാർ മിനായിലേക്ക് മടങ്ങും. തമ്പുകളുടെ കൂടാരം എന്നറിയപ്പെടുന്ന, തമ്പുകളുടെ താഴ്വാരം എന്നറിയപ്പെടുന്ന മിനായിലാണ് ഹാജിമാർ ഈ നാളെയും മറ്റന്നാളും താമസിക്കുക. ഇന്ന് രാത്രി മുസ്ദലിഫയിൽ തങ്ങിയ ശേഷം ഹാജിമാർ മിനായിലേക്ക് പോകും. പിന്നീട് ഹജ്ജിന്റെ മറ്റ് കർമ്മങ്ങൾ നടക്കും. തലമുണ്ടനം ചെയ്യൽ, അതുപോലെ തന്നെ ബലി നൽകൽ, അതുപോലെ തന്നെ കഅബ പ്രദക്ഷിണം ചെയ്യൽ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ഇതോടുകൂടി ഹജ്ജിന് സമാപനമാകും. 18 ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 1,22,518 ഹാജിമാർ എത്തിയിട്ടുണ്ട്. ഇതിൽ 16,341 പേർ മലയാളികളാണ്. വിപുലമായ സൗകര്യങ്ങളാണ് സൗദി ഭരണകൂടം ഇത്തവണ ഹജ്ജിനായി ഒരുക്കിയിട്ടുള്ളത്. കനത്ത ചൂടിനിടയിലാണ് ഇത്തവണ ഹജ്ജ് നടക്കുന്നത്. അതേസമയം ഈ ചൂട് പ്രതിരോധിക്കാൻ നിരവധി സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. പ്രായമായവർക്കും അവശത അനുഭവിക്കുന്ന ആളുകൾക്കുമായി നിരവധിയായ സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. സുഗമമായ രീതിയിൽ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ നടന്നു പോകുന്നു. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി ജമാൽ, 160 രാജ്യങ്ങളിൽ നിന്നായി 18 ലക്ഷത്തോളം തീർത്ഥാടകരാണ് അറഫ സംഗമത്തിന് എത്തിയിട്ടുള്ളത്. മലയാളികളടക്കം ഇന്ത്യയിൽ നിന്ന് 1,22,422 തീർത്ഥാടകരും എത്തിയിട്ടുണ്ട്.